ചരിത്രം മറ്റൊന്നായിരുന്നെങ്കിലോ? നൂറുദ്ദീൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നാം പറയുന്ന ഈ കഥയിലെ നായകൻ ഒരുപക്ഷെ നൂറുദ്ദീൻ ആവുമായിരുന്നു. സലാഹുദ്ദീൻ ആ ചരിത്രത്തിലെ ഒരു അടിക്കുറിപ്പിൽ മാത്രം ഒതുങ്ങുമായിരുന്നു. കാരണം വ്യക്തമാണ്. സലാഹുദ്ദീൻ നൂറുദ്ദീൻ്റെ ശിഷ്യനായിരുന്നു, പിൻഗാമിയായിരുന്നു എല്ലാ അർത്ഥത്തിലും. നൂറുദ്ദീൻ്റെ ദർശനം, നീതിബോധം, പോരാട്ട വീര്യം, രാഷ്ട്രീയ കൗശലം ഇതെല്ലാം സലാഹുദ്ദീൻ്റെ മേൽ സ്വാധീനം ചെലുത്തി. സലാഹുദ്ദീൻ ഈജിപ്തിൽ വേരൂന്നിയപ്പോൾ അവർക്കിടയിൽ ഒരു പിരിമുറുക്കം രൂപപ്പെട്ടതായി ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത് വളരെ വലിയ നിലയിലുള്ള ഒന്നായിരുന്നില്ല. ഒരു ചോദ്യം ഒഴിവാക്കാനാവാത്തതായിരുന്നു: ഈജിപ്ത് എന്തായിത്തീരും? അത് സലാഹുദ്ദീൻ്റെ സ്വന്തമായതാണോ, അതോ നൂറുദ്ദീൻ്റെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമ്മാനമാണോ? 1173 നൂറുദ്ദീൻ ഈജിപ്തിൻ്റെ വരുമാനം ഓഡിറ്റ് ചെയ്യാൻ തൻ്റെ ആളെ അയച്ചു, ഇബ്നു അൽ ഗൈസറാനി. എന്നിട്ട് സലാഹുദ്ദീൻ അതിനെ എതിർത്തോ? ഇല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഖൈസറാനിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. പിന്നീട് സിങ്കിത് ചരിത്രകാരന്മാർ വലുതാക്കി കാണിക്കുന്ന വിധം അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ കൂടി പ്രകടമായ ഉദാഹരണമായിരുന്നു അത്. എന്നാൽ ചരിത്രം പെട്ടെന്ന് ഗതിമാറി. 1174 മെയ്യിൽ നൂറുദ്ദീൻ രോഗബാധിതനായി. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചു. എല്ലാം പെട്ടെന്ന് മാറി. മാസങ്ങൾക്ക് മുമ്പ് സലാഹുദ്ദീൻ്റെ സ്വന്തം പിതാവ് അയ്യൂബും മരിച്ചിരുന്നു. ആഴ്ചകളുടെ ഇടവേളയിൽ സലാഹുദ്ദീൻ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായി മാറി. ഒറ്റയ്ക്കായി. നൂറുദ്ദീൻ അതിജീവിച്ചിരുന്നുവെങ്കിൽ സിറിയ, ഈജിപ്ത്, മൊസൂൾ എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞ വേളയായിരുന്നുവല്ലോ അത്. അദ്ദേഹം ഒരുപക്ഷെ നേരെ ജെറൂസലേമിലേക്ക് മാർച്ച് ചെയ്യുമായിരുന്നു. ജെറൂസലേം വിമോചന കഥ തന്നെ മറ്റൊന്നാവുമായിരുന്നു. പക്ഷേ വിധിക്ക് മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. നൂറുദ്ദീൻ്റെ മരണത്തോടെ സെഞ്ചിദ് കുടുംബം പിളരാൻ തുടങ്ങി. നൂറുദ്ദീൻ്റെ അനന്തരാവകാശി 11 വയസ്സുള്ള മകൻ അൽ സാലിഹ് ആയിരുന്നു. പിന്നെയുള്ളത് അദ്ദേഹത്തിൻ്റെ അനന്തരവന്മാരായിരുന്നു: സിഞ്ചാറിലെ ഇമാദുദ്ദീൻ, മൊസൂളിലെ സെയ്ഫുദ്ദീൻ. രക്തത്തിൽ സഹോദരന്മാരായിരുന്നുവെങ്കിലും അവർ എതിരാളികളായിരുന്നു. നൂറുദ്ദീൻ്റെ മരണ വാർത്ത മൊസൂളിലെത്തിയപ്പോൾ സെയ്ഫുദ്ദീൻ വിലപിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആഘോഷിക്കുകയാണ്. തെരുവുകളിൽ അയാൾ വീണ്ടും വീഞ്ഞ് ഒഴുക്കി. പഴയ നികുതികൾ അയാൾ പുനഃസ്ഥാപിച്ചു. സിഞ്ചാർ ഒഴികെയുള്ള അപ്പർ മെസപ്പൊട്ടോമിയയിലെ പ്രദേശങ്ങളെല്ലാം തന്നെ അയാൾ പിടിച്ചെടുത്തു. അതേസമയം അലപ്പോ വ്യത്യസ്തമായ ഒരു കളി കളിച്ചു. കൗശലകരമായ രീതിയിൽ അവർ രാജകുമാരൻ സാലിഹിനെ പിടികൂടി. നിയമസാധുതയുടെ താക്കോൽ അങ്ങനെ അവർ സ്വന്തമാക്കി. ഡമാസ്കസ് അസ്വസ്ഥമായി. നൂറുദ്ദീൻ്റെ പഴയ കമാൻഡർമാർ ലാറ്റിൻ ആക്രമണത്തെയും ഉയർന്നു വരുന്ന അരാജകത്വത്തെയും ഭയപ്പെട്ടു. ഇബ്നു അൽ മുഖദ്ദിമിനെ അവരുടെ ജനറലായി ഉയർത്തി. ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് അവർ സത്യം ചെയ്തു. കുരിശുദ്ധക്കാരുടെ കാര്യമോ? അവർ ഇതൊരു അവസരമായി കണ്ടു. സിറിയയെ ഒന്നിപ്പിച്ച ആ മനുഷ്യൻ നൂറുദ്ദീൻ പോയി. വടക്കും തെക്കും തങ്ങളെ വളയാൻ ശ്രമിച്ച ആ യോദ്ധാവ്. ഡമാസ്കസിലേക്കുള്ള കവാടമായ ബെനിയാസിൽ അമൽറിക് രാജാവ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഒരു ആക്രമണം തുടങ്ങി. ബെനിയാസിന്റെ മതിലുകൾക്കുള്ളിൽ നൂറുദ്ദീന്റെ വിധവയുണ്ടായിരുന്നു. അവർ പട്ടാളക്കാരെ അണിനിരത്തി ശക്തമായി പ്രതിരോധിച്ചു. തൽക്കാലത്തേക്ക് അമൽറിക് പിൻവാങ്ങി. അങ്ങനെ നൂറുദ്ദീന്റെ മരണത്തോടെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു. മൊസൂൾ, അലപ്പോ, ഡമാസ്കസ് ഈ പ്രദേശങ്ങൾ ശക്തി കേന്ദ്രങ്ങളായി വേറിട്ടു. ജെറൂസലേം വീണ്ടും ശക്തമായി തീർന്നതായി ധരിച്ചു. ഏവരുടെയും ശ്രദ്ധ ഈജിപ്തിലേക്കായിരുന്നു. അവിടെ സലാഹുദ്ദീൻ ഞെട്ടിക്കുന്ന ഈ വാർത്ത ആദ്യം ഫ്രാങ്കുകളിൽ നിന്നാണ് കേൾക്കുന്നത്: നൂറുദ്ദീൻ മരിച്ചു. അത് സത്യമായിരിക്കുമോ? സലാഹുദ്ദീൻ ആദ്യം അത് വിശ്വസിക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. ഇത് വെറും കിംവദന്തിയല്ലെന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ ഡമാസ്കസിലേക്ക് എഴുതി. സ്ഥിരീകരണം വന്നതോടെ അദ്ദേഹം ദുഃഖാർത്തനായി. ഈജിപ്തിൽ 3 ദിവസത്തേക്ക് അദ്ദേഹം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അനുശോചനം അറിയിച്ചുകൊണ്ട് യുവരാജാവായ സാലിഹിന് അദ്ദേഹം കത്തെഴുതി.
എല്ലാ ഔപചാരികതകൾക്കും ശേഷം സിറിയ പക്ഷേ ഒരു യുദ്ധക്കുളമായി മാറാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് കൂടി സംഭവിക്കുന്നത്. ജെറൂസലേം രാജാവും നൂറുദ്ദീന്റെ എതിരാളിയുമായ അമൽറിക്കും മരണപ്പെട്ടു. 2 മാസത്തിനുള്ളിൽ സിറിയയിലെ 2 പ്രധാന രാഷ്ട്ര നേതാക്കൾ നൂറുദ്ദീൻ, അമൽറിക് എന്നിവർ പോയി. ഒന്ന് ചിന്തിച്ചാൽ ചില മരണങ്ങൾ ഉയർത്തുന്ന ശൂന്യതയിൽ വിധി മറ്റു ചിലരുടെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിന് സലാഹുദ്ദീന്റെ കരിയർ ഒരു തെളിവാണ്. ഈജിപ്തിൽ ഷിർക്കുവിന്റെയും ഫാത്തിമദ് ഖലീഫ അൽ അദീദിന്റെയും മരണത്തോടെയാണ് സലാഹുദ്ദീന്റെ ഉയർച്ച ആരംഭിക്കുന്നത്. ഇപ്പോൾ സിറിയയിൽ അത് പുതിയ അവസരങ്ങൾക്ക്, സാധ്യതകൾക്ക് വഴി തുറക്കുന്നു. വിധി എന്നും അദ്ദേഹത്തെ പിന്തുണച്ചു. അമൽറിക്കിന്റെ മകൻ 13 വയസ്സുള്ള ബാൽഡുൻ നാലാമൻ ജെറൂസലേമിന്റെ പുതിയ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്തുടർച്ച സുരക്ഷിതമാണെന്ന് തോന്നി. കിരീടധാരണം ഗംഭീരമായിരുന്നു. കുരിശുയുദ്ധക്കാർ ജെറൂസലേം പിടിച്ചടക്കിയതിന്റെ 75ാം വാർഷികം കൂടിയായിരുന്നു അത്. എന്നാൽ ചിലർക്കു മാത്രം അറിയാവുന്ന ഒരു ഭയാനകമായ രഹസ്യം അതിനുമേൽ ഇരുൾ വീഴ്ത്തി. ബാൾഡുവിന്റെ അധ്യാപകനായ ടയറിലെ വില്യമാണ് അത് ആദ്യം ശ്രദ്ധിച്ചത്. സുഹൃത്തുക്കളുമായി കളിക്കുമ്പോൾ ബാൾഡുവിന് സ്പർശനം അറിയാൻ കഴിയുന്നില്ല. അവന് വേദനയില്ല, പ്രതികരണമില്ല. താമസിയാതെ അത് സ്ഥിരീകരിക്കപ്പെട്ടു. ബാലനായ രാജാവ് ഒരു കുഷ്ഠരോഗിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഹ്രസ്വമായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹായത്തിനായി ഒരു റീജന്റ് കൂടി ചുമതലപ്പെടുത്തപ്പെട്ടു. ട്രിപ്പോളിയിലെ റെയ്മണ്ട്. കൗശലക്കാരനും കഠിനനും അറബിയിൽ പ്രാവീണ്യമുള്ളവനുമായിരുന്നു അയാൾ. ഡമാസ്കസിൽ ഈ സമയം നൂറുദ്ദീന്റെ സൈന്യത്തിന്റെ കമാൻഡറായിരുന്ന ഇബ്നു അൽ മുഖദ്ദിമിന് തന്റെ നഗരം സുരക്ഷിതമല്ല എന്ന് ബോധ്യമായി. അദ്ദേഹത്തിന് സഹായം ആവശ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹം കെയ്റോയിലേക്ക് ഒരു കത്തയച്ചു സലാഹുദ്ദീന്. അതൊരു ക്ഷണമായിരുന്നു. സിറിയ വിളിക്കുന്നു. ഇവിടെ സലാഹുദ്ദീന്റെ പതിവ് ജാഗ്രത അദ്ദേഹത്തെ തടഞ്ഞു നിർത്തേണ്ടതായിരുന്നു. പക്ഷേ അസാധാരണമായ ഒരു നീക്കത്തിൽ, തിടുക്കത്തിൽ വെറും 700 പേരുമായി 1174 ഒക്ടോബറിൽ അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യാത്ര ചെയ്ത് ഡമാസ്കസിലെത്തി. അതൊരു ചൂതാട്ടമായിരുന്നു. അശ്രദ്ധമായ നീക്കമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും അത് ധീരമായ, ബുദ്ധിപൂർവമായ ഒന്നായിരുന്നു. സലാഹുദ്ദീന് സിറിയയെ അറിയാമായിരുന്നു. അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളെയും സൈനികരെയും അവരുടെ വിശ്വസ്തതയെയും അറിയാമായിരുന്നു. സിറിയ ഭരിക്കാൻ, പിടിച്ചടക്കാൻ വരുന്ന ഒരാളായിട്ടല്ല, നൂറുദ്ദീന്റെ പിൻഗാമിയായിട്ടാണ് വരേണ്ടത്. സെഞ്ചിദ് ഭവനം ബലപ്രയോഗത്തിലൂടെ തകർക്കുകയല്ല, മറിച്ച് പ്രേരണയിലൂടെ നേടുകയാണ് വേണ്ടത്. അവരുടെ ഹൃദയങ്ങളെയാണ് കീഴടക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തുച്ഛമായ സൈന്യവുമായി അദ്ദേഹം വന്നത്. ഡമാസ്കസ് അതിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. സലാഹുദ്ദീൻ ഉമയ്യദ് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്റെ പിതാവ് അയ്യൂബിന്റെ പഴയ വീട്ടിൽ താമസിച്ചു. ഇത് രണ്ടും പ്രതീകാത്മകമായ പ്രവർത്തികളായിരുന്നു. നഗരത്തിന്റെ ക്രമം അദ്ദേഹം നിയന്ത്രണം ഏറ്റെടുത്ത് പുനഃസ്ഥാപിച്ചു. കൊള്ളക്കാരായവരെ ശിക്ഷിച്ചു. മാർക്കറ്റുകൾ തുറന്നു. ഉദാരമായി പണം ചെലവഴിച്ചു. ഡമാസ്കസ് അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നാൽ ഇത് ആദ്യ പടി മാത്രമായിരുന്നു. യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുകയായിരുന്നു. വടക്കായിരുന്നു അത്, അലപ്പോ. അലപ്പോ അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമായിരുന്നില്ല. ഡമാസ്കസിലായിരിക്കുമ്പോൾ തന്നെ സലാഹുദ്ദീൻ ഒരു ഭയാനകമായ മുന്നറിയിപ്പ് ലഭിച്ചു. പഴയ പരിചയക്കാരനായ കുതുബുദ്ദീൻ ഇനലിന്റെ നേതൃത്വത്തിൽ അലപ്പോയിൽ നിന്നുള്ള ഒരു സംഘം വന്നു. വാളിൽ കൈവച്ചുകൊണ്ട് പരുഷമായ ഒരു സന്ദേശമാണ് അവർ കൈമാറിയത്. ഭീഷണിയുടെ സ്വരം. ഈജിപ്തിലേക്ക് മടങ്ങിപ്പോവുക, സിറിയയിൽ നിങ്ങളെ ആവശ്യമില്ല, അവർ പറഞ്ഞു. സലാഹുദ്ദീന്റെ മറുപടി ശാന്തവും അളന്ന് തൂക്കിയതുമായിരുന്നു. സിറിയയെ ഒന്നിപ്പിക്കുന്നതിനാണ് ഞാൻ വന്നത്. യുവരാജാവായ സാലിഹിനെ സംരക്ഷിക്കുന്നതിനാണ് ഞാൻ വന്നത്, അദ്ദേഹം സംസാരിച്ചു. എന്നാൽ അലപ്പോയിൽ നിന്ന് വന്ന സന്ദേശത്തിലെ ശത്രുതയുടെ സ്വരം അദ്ദേഹത്തെ ഉലച്ചിരുന്നു. സെഞ്ചിദ് കുടുംബം സലാഹുദ്ദീനെ ഒരു കയ്യേറ്റക്കാരനായിട്ടാണ് കാണുന്നത് എന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഹോംസ്, ഹാമ എന്നീ നഗരങ്ങളെ നയതന്ത്രവും സമ്മാനങ്ങളും ശ്രദ്ധാപൂർവമായ നീക്കങ്ങളും കൊണ്ട് കൂടെ നിർത്താൻ സലാഹുദ്ദീന് കഴിഞ്ഞു. ഒടുവിൽ സലാഹുദ്ദീൻ അലപ്പോയിലേക്ക് എത്തുമ്പോൾ ശൈത്യകാലം ആരംഭിച്ചിരുന്നു. മഴ പെയ്ത് ചെളി പടർന്നിരുന്നു. ആളുകൾ തണുപ്പിൽ വിറയ്ക്കുകയായിരുന്നു. നഗരത്തിനുള്ളിൽ സെഞ്ചിദുകൾ നൂറുദ്ദീന്റെ മകൻ അൽ സാലിഹിനെ ജനക്കൂട്ടത്തിന് മുന്നിൽ നിർത്തി. ആ കുട്ടി കരഞ്ഞു. അലപ്പോക്കാർ അത് കണ്ട് തങ്ങളുടെ ദൃഢനിശ്ചയം ഒന്നുകൂടി കടുപ്പിച്ചു. തങ്ങൾക്കാണ് നിയമസാധുത,
അവർ ഉറപ്പിച്ചു. സലാഹുദ്ദീനെ ഒരിക്കലും നിയന്ത്രണം പിടിക്കാൻ അനുവദിക്കില്ല. അവർ അലപ്പോയിലെ ഷിയ സമൂഹങ്ങളെ കൂടെ നിർത്തി. എന്നു മാത്രമല്ല, അവർ ഒരു പടി കൂടി കടന്ന് സഹായത്തിനായി ഫ്രാങ്കുകളെ തന്നെ സമീപിച്ചു. ഭൂതകാലത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള മിറർ ഇമേജ് രൂപം കൊള്ളുകയായിരുന്നു. ഒരിക്കൽ നൂറുദ്ദീൻ സിറിയ ഭരിക്കുകയും ഈജിപ്ത് പിടിച്ചടക്കാൻ പാടുപെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നേരെ വിപരീതമായിരിക്കുന്നു. സലാഹുദ്ദീൻ ഈജിപ്തും ഡമാസ്കസും ഭരിക്കുന്നു. പക്ഷേ അലപ്പോയും മൊസൂളും തൻ്റെ പിടിയിലേക്ക് കൊണ്ടുവരാൻ പാടുപെടുന്നു. ഫ്രാങ്കുകൾ ഒരിക്കൽ നൂറുദ്ദീൻ്റെ ഉയർച്ച തടയാൻ ഈജിപ്തിൽ ശ്രമിച്ചതുപോലെ ഇപ്പോൾ അവർ സിറിയയിൽ ശ്രമിക്കുന്നു. സിറിയയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം വീണ്ടും ആരംഭിക്കുകയായി.